നമസ്കാരം. തന്ത്രശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടൂൾസ് ഓഫ് തന്ത്രയിൽ. തന്ത്രയിൽ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ടുള്ള ഗുരു എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ഗുരു വേണോ, ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, ഇൻ്റർനെറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അഫർമേഷൻസും ഒരുപാട് ലൗകികങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു ചോദ്യമാണ്, ഗുരു വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. പൗരോഹിത്യത്തിനുള്ള അടിമപ്പെടലല്ല വാസ്തവത്തിൽ ഗുരുത്വവും ഗുരുപരമ്പരകളെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. പൊതുവെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ പൗരോഹിത്യത്തോടുള്ള അടിമത്വമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊപ്പഗണ്ടയ്ക്ക് നമ്മൾ അടിമപ്പെടുന്നതാണ് ഗുരുത്വവും ഗുരുവിനെ ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ്. തന്ത്രശാസ്ത്രം ഒരിക്കലും അങ്ങനെയല്ല അത് പറയുന്നത്. പ്രത്യേകിച്ച് ഭാരതീയ ദർശനങ്ങളിൽ ഗുരുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കതാണ് ഇന്നത്തെ ഇവിടെ ചർച്ചാ വിഷയവും. അതുകൊണ്ട് കലിയുഗമായതുകൊണ്ട് ഗുരു എന്ന് പറയുന്ന ആ സ്ഥാനത്തെ, അതിനു മുമ്പ് പോയവർ ചെയ്തിട്ടുള്ള ധാർമ്മികങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് വേഷം കെട്ടലുകൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടാകും. അത് പൗരോഹിത്യവും പിന്നെ അന്യവുമാണ്. അതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ യുക്തി ഉപയോഗിച്ച് തള്ളിക്കളയുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ ഗുരുതദോഷികളുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഭാരതീയ സംസ്കാരം നമുക്ക് തന്നിട്ടുള്ള ഗുരു എന്ന സങ്കല്പത്തെ തള്ളിക്കളയേണ്ട കാര്യമില്ല. നമുക്കിന്നുള്ളതെല്ലാം ഗുരുസ്വരൂപരായിട്ടുള്ള ഋഷിമാരുടെ കണ്ടറിഞ്ഞ അനുഭവങ്ങളാണ്. ഇന്നത്തെ എല്ലാ ഗ്രന്ഥങ്ങളും സ്പിരിച്വാലിറ്റിയുടെ ലോകത്തിൽ നമുക്കിന്ന് കിട്ടുന്നതെല്ലാം അത് ഇറ്റേണലാണ്, നശിക്കാത്തതാണ്. ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നശിക്കാത്തതായിട്ടുള്ള സത്യമായ അറിവുകളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പകർന്നു തന്നതുകൊണ്ട് തന്നെ സത്യദർശികളായിട്ടുള്ളവരുടെ സഹായം ജീവിതത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പുണ്യമാണ്. എത്രയോ ജന്മങ്ങളുടെ കർമ്മശുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഒരാൾ യോഗിയായി അവതരിക്കുന്നത്, അല്ലെ യോഗിയായി തീരുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോലെയല്ല അവർ. ആ തലത്തിലുള്ളവരുടെ സഹായം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നൂറ്റാണ്ടുകളായിട്ട്, എത്ര നൂറ്റാണ്ടെന്ന് പറയാൻ പറ്റാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഭാരതീയമായിട്ടുള്ള എല്ലാ ആധ്യാത്മിക മേഖലകളിലും, അത് വൈദികമാവട്ടെ താന്ത്രികമാവട്ടെ, ഏത് ആധ്യാത്മിക മേഖലകളിലായാലും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് ഗുരുവിന് നൽകിയിട്ടുള്ളത്. ഇവിടെ തന്ത്രശാസ്ത്രത്തിൽ പരാസ്വരൂപമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. ശൈവ താന്ത്രികർ ഗുരുവിനെ പരമശിവ സ്വരൂപനായിട്ട്, പരാസ്വരൂപനായിട്ട് പരശിവനായിട്ടും, ശാക്തേയർ പരാശക്തിയായിട്ടും, വൈഷ്ണവർ പരമാത്മാവുമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. സാധന പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാധകൻ ജീവാത്മാവും താൻ ആരാധിക്കുന്ന ദേവത പരമാത്മാവുമാണെന്നും താനും ഗുരുവും ആ പരമാത്മാവും ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കാലക്രമേണ എത്തുകയും ചെയ്യും. തുടക്കമല്ല, കുറേ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അനുഭവം കൊണ്ടത് തിരിച്ചറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈശ്വരോപാസനയ്ക്കായിട്ട് നമ്മളൊരു ഉത്തമ ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ അദ്ദേഹം തരുന്ന ഉപദേശങ്ങളെ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം നമുക്ക് സത്യം വെളിവാക്കി തരുന്ന, അന്ധകാരത്തെ അകറ്റിത്തരുന്ന ജ്ഞാനവാൻ ഗുരുവിച്ഛേദി എന്ന് പറയും. അതായത് ഉള്ളിൽ നിന്നും നമ്മുടെ യഥാർത്ഥ ഗുരു നമുക്ക് തെളിച്ചമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. നമുക്ക് സത്യം വെളിവാക്കി തരുന്ന യഥാർത്ഥ ഗുരു നമ്മുടെ വാസനാമൂർത്തിയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും, അതുപോലെ തന്നെ ആ ഉപാസനാമൂർത്തിയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി വന്ന ബാഹ്യമായ ഗുരുവും, ഇതെല്ലാം തന്നെ ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണെന്ന് കൃത്യമായിട്ട് സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു അറിവ് വെച്ചും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മൾ അതേ ഗുരുവിനെ, നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഹുമാനം കൊടുക്കേണ്ട ആളാണ്, ആ ഒരു തലത്തിൽ കാണേണ്ട ആളാണ്, അത്രയും റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളാണ്. അതിലൊന്നും സംശയമില്ല. പക്ഷേ വൈകാരികമായിട്ട് ആ ബാഹ്യരൂപത്തിലേക്ക് ക്ലിങ് ഓൺ ചെയ്ത്, അതായത് തൂങ്ങിപ്പിടിച്ച് കിടക്കാനുള്ള ഒരു
ടെൻഡൻസി പലപ്പോഴും ആധ്യാത്മിക സാധനയിൽ ഒരു വിലങ്ങ് തടിയായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. സാധനയൊന്നും ചെയ്യാതെ നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടി കർമ്മത്തെ ക്ഷയിപ്പിച്ച് മുക്തിയിലേക്ക് പോകാനുള്ള വഴികൾ പലതും നിരവധി പറഞ്ഞു തന്നിട്ടും അതൊന്നും കേൾക്കാതെ വാസനയുടെ പുറകിന് പോയി ജീവിതത്തിൽ പല കുഴികളിലും പോയി പെട്ടിട്ട് ഗുരുവിനെ കാണുമ്പോൾ നമസ്കരിക്കുകയും വൈകാരികമായിട്ടുള്ള പ്രകടനത്തോടു കൂടി ബോധിപ്പിക്കുന്നതല്ല യഥാർത്ഥ ഗുരുത്വം എന്ന് പറയുന്നത്. കാണുമ്പോൾ നമസ്കരിക്കുന്നതും അല്ലെങ്കിൽ അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ റിച്വൽസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ടൊന്നും അല്ല കാര്യം. ഒരു ഗുരുവിനോടുള്ള യഥാർത്ഥ ഗുരുത്വം എന്ന് പറയുന്നത് അദ്ദേഹം പഠിപ്പിച്ച സാധനകൾ കൃത്യമായി അനുഷ്ഠിക്കുകയും തൻ്റെ ജീവിതത്തിൽ അതിന് മാറ്റം വരികയും ചെയ്ത് ആ വ്യക്തി പിന്നീട് ആചാര്യതുല്യനായി മാറുകയും തൻ്റേതായ മേഖലകളിൽ ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി വേറൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗുരുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നമസ്കാരവും ഏറ്റവും വലിയ സാല്യൂട്ടേഷനും ഏറ്റവും വലിയ ദക്ഷിണയും എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ശിഷ്യന്മാരായി തന്നെ ഇരിക്കും, ഗുരുവായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയല്ല, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ചാൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ എത്തിയാൽ കാലക്രമേണ അവർ ഗുരുവായി തീരുക ചെയ്യുന്നത്. ചിലപ്പോൾ ആധ്യാത്മിക മേഖലയിൽ തന്നെ ആയിരിക്കത്തില്ല, പല മേഖലകളിൽ പല ഗുരുക്കന്മാരായി മാറും. ഇപ്പം ദ്രോണാചാര്യരുടെ അടുത്ത് പഠിക്കാൻ വന്ന ഓരോരുത്തരും ഓരോ തലത്തിൽ കേമന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നവരുണ്ട്, ഭീമൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നവരുണ്ട്. ഓരോ മേഖലയിൽ അവർ കേമന്മാരായി. അതുപോലെ തന്നെ വേദത്തിലായാലും തന്ത്രശാസ്ത്രത്തിലായാലും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലായാലും നമുക്ക് തപ്പി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരതിയാൽ നിരവധികളായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇതിന് കിട്ടും. അതുകൊണ്ട് തന്നെ സാധനയിലൊക്കെ ഒരു താല്പര്യം വന്ന് അതിലേക്ക് വന്നാലും ഭക്തി കൊണ്ടും ഒക്കെ അതിലേക്ക് വന്നാലും പല വഴിക്ക് ചിന്നിച്ചിതറിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിലേക്ക് വന്നൊന്ന് ക്ലെൻസായി ഒന്ന് സെറ്റായിട്ട് വീണ്ടും തോന്നിയ പോലെ പോയിട്ട് ഒന്ന് പെട്ട് കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പെൻഡുലം ആടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് ഗുരുവിനെ കാണുമ്പോൾ രക്ഷിക്കണം, എന്നെ ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അവനവൻ്റെ മൈൻഡ് സെറ്റ്, അവനവൻ്റെ ഡിസിപ്ലിൻ, അവനവൻ്റെ കാര്യങ്ങൾ, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അവനവൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് ഇതെല്ലാം നോക്കി വേണം മുന്നോട്ട് പോകാൻ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ആ നാമരൂപത്തോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ഗുരുവിനെ പറ്റിക്കുന്നതിൽ അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് നാമരൂപത്തോടുള്ള നമ്മുടെ ഗുരുവിൻ്റെ മുന്നിൽ അങ്ങനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വര സ്വരൂപിയായിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഗുരു സ്വരൂപമായിരിക്കുന്ന മഹാഗുരു അനുഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടും അനുഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ, നമുക്ക് ആ ഈശ്വരാംശം, ആ ഒരു ഭാഗ്യമുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതെ ഗുരു പറഞ്ഞ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്ക് അന്ധകാരത്തിൽ നിന്നും കരകയറാനുള്ള വെളിച്ചമായി പല അറിവുകളും നമ്മളിൽ ഉള്ളിൽ നിന്നും വരും, നമ്മുടെ യഥാർത്ഥ ഗുരുവിൽ നിന്നും വരും. ഞാനും ഗുരുവും ഉപാസനാമൂർത്തിയും ഒന്നാമെന്നുള്ളൊരു അനുഭവത്തിലേക്ക് എത്തുകയും ചെയ്യും. കുറേ കാലമെടുക്കുന്നൊരു പ്രോസസ്സാണ്. നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാനിതെല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന മനുഷ്യ വ്യക്തിത്വത്തെ അമിതമായി ആരാധിക്കുന്നതിലും കാട്ടിലും നല്ലത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന പരമസത്യത്തെ ആരാധിക്കുന്നതാണ്. ഇത് ഭൂമിയാണ്. ഭൂമിയിൽ പൂർണ്ണത ഉള്ളതൊന്നുമില്ല. പൂർണ്ണമാവാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത്. പൂർണ്ണതയിലേക്ക് വേണ്ടി വരുന്ന കർമ്മപൂർത്തീകരണത്തിന് വരുന്ന സ്ഥലമാണ് ഭൂലോകം. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം കർമ്മപൂർത്തി, ഓൾമൈറ്റി അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്കുള്ള യാത്രയാണ്. അതാണ് എല്ലാവരുടെയും മെയിൻ പർപ്പസ്. അതായത് എല്ലാവരുടെയും യാത്ര മുക്തിയിലേക്കാണ്. അറ്റ് ദ സെയിം ടൈം അതേസമയം എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ പർപ്പസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരായിരിക്കും ഗുരുവായിട്ട് വരുന്നത്. അതേ സമയം തന്നെ ആ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള കർമ്മപൂർത്തീകരണത്തിനുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടാവും. ചില ഗുരുക്കന്മാർക്ക് അസുഖം വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ സാധനങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അസുഖം വന്നു? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അസുഖം, അദ്ദേഹത്തിൻ്റെ ശരീരം അനുഭവിക്കുന്ന അസുഖമല്ല നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവൻ, ശ്രീരാമകൃഷ്ണദേവൻ ഇവരൊക്കെ അവസാന കാലത്ത് അസുഖം വന്നാണ്
മരിച്ചിട്ടുള്ളത്. അപ്പോൾ പലരുടെയും ഒരു സംശയമാണ്, ഇത്രയും വലിയ സാധന ചെയ്തിട്ടുള്ള മഹാഗുരുക്കന്മാർക്ക് എന്തുകൊണ്ട് അസുഖം വന്നു എന്നുള്ളത്. അസുഖം വരാതിരിക്കുക എന്നുള്ളതല്ല സാധനയുടെ ലക്ഷ്യം. നമ്മുടെ സാധാരണ കണ്ണിലൂടെ കാണുമ്പം അവരെ അത് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ചിലപ്പോൾ അത് നോക്കുമ്പം നമ്മൾ സാധാരണക്കാരായിട്ട് നമുക്ക് ബാധിക്കും. പക്ഷെ നമ്മുടെ താഴ്ന്ന തലത്തിൽ നിന്ന്, നമ്മുടെ റേഞ്ചിൽ നിന്ന് നമ്മളതിനെ കാണുമ്പം നമുക്കങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അവർക്കത് ബാധിക്കുന്നേ ഉണ്ടാവില്ല. അവർ ഉള്ളിൽ അത് ശാന്തമായിരിക്കും. അവർക്കറിയാം കർമ്മപൂർത്തീകരണത്തിനും കൂടി വേണ്ടി ഇതൊക്കെ അനുഭവിച്ച് ശരീരം തീരേണ്ടതാണെങ്കിൽ അനുഭവിച്ച് തീരട്ടെ എന്ന് തന്നെയായിരിക്കും അവരുടെ ചിന്തയും. അങ്ങനെയുള്ളവരെ ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിയാരാധനയ്ക്കപ്പുറമായിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന എന്തു സുഹൃതം കൊണ്ടാണോ അവർക്ക് ഈ ജന്മം ഗുരുവാവാൻ പറ്റിയത് എന്നുള്ളത്. പലതുമായി തീരാമായിരുന്നല്ലോ, എന്നിട്ടും അവരെന്ത് സുഹൃതം കൊണ്ടാണോ അവർ ഗുരുവായി തീർന്നത്, ആ സുഹൃതത്തെ അവർ പറഞ്ഞു തരുന്ന അറിവിനെ, അവർ പറഞ്ഞു തരുന്ന അനുഭവങ്ങളെ, അവർ പറഞ്ഞു തരുന്ന ശാസ്ത്രയുക്തമായിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ ഉപയോഗിച്ച് നോക്കൂ, മുന്നോട്ട് പോകൂ. നിങ്ങളുള്ളിലുള്ള ഗുരു വെളിച്ചം തെളിഞ്ഞു വരികയും ചെയ്യും. അല്ലാതെ ഭൗതികപരമായിട്ടുള്ള മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആരാധനയല്ല തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത് എന്നുള്ളതും കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടൊന്നും ഓർത്തുള്ള ഗുരു എന്നല്ല, എല്ലാ വ്യക്തികളുടെയും അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം മോക്ഷമാണ്. പക്ഷെ കർമ്മത്തിൻ്റെ ബന്ധനം കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സൽ പേർപ്പസ് ഇവിടെ അവർക്കുണ്ടാവും. അത് തീർത്താൽ മാത്രമേ അവരുടെ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. കാരണം ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർക്കണം. ചിലവർക്ക് ഗുരുവായി തീരാൻ ഒരുപാട് പേരുടെ ആഗ്രഹം കൊണ്ടാണ് ഒരു ഗുരു ഉത്ഭവിക്കുന്നത്. ഒരുപാട് പേരുടെ ആഗ്രഹം കൊണ്ടാണ് ഒരു നല്ല നേതാവ് ഉണ്ടാവുന്നത്. ഒരുപാട് പേരുടെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഒരു നല്ല രക്ഷകൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാം. വരൾച്ചയുള്ള സമയത്ത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയിലാണ് ഒരു മഴ അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെല്ലാം സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, സദാ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മായയിൽ പെട്ടുഴലുന്ന ഈ മനുഷ്യൻ നല്ല സർവ്വ ജീവജാലങ്ങൾക്കും ഒരു പർപ്പസ് ഇവിടെ ഉണ്ടാവും ഭൂമിയിൽ. അതേ സമയത്ത് നിരന്തരമായി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഒരു സൈഡിൽ കൂടെ മോക്ഷത്തിലേക്കുള്ള യാത്രയുമാണ്. ഈ പ്രപഞ്ചത്തിലെ പർപ്പസിനെ എങ്ങനെ കൃത്യമായി കൊണ്ടുപോകുന്നു, അതിനനുസരിച്ച് പരമമായ പർപ്പസിലേക്കുള്ള നിങ്ങളുടെ ദൂരം കുറയുന്നു. പ്രപഞ്ചത്തിലെ പർപ്പസിനെ എത്ര അറിഞ്ഞ് ചെയ്യാതെ വിടുന്നു, അതിനനുസരിച്ച് ഇതിലേക്കുള്ള ദൂരവും ഈ ജീവിതത്തിലെ ദൂരവും കൂടുന്നു, സങ്കടങ്ങളായി വരുന്നു. ഒരു ഫ്ലോയാണത്. അത് അങ്ങനെ പോകേണ്ടതുമാണ്. അപ്പം ഗുരു എന്ന് പറയുന്ന ആ പ്രഭാവം നമുക്ക് തരുന്ന അറിവിലൂടെ, ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു പർപ്പസിലേക്ക് രണ്ടും ഒരുപോലെ, ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള രണ്ട് പർപ്പസിനെയും മനസ്സിലാക്കി, അതിനെ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഈ രണ്ട് പർപ്പസിനെയും മനസ്സിലാക്കി നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രശാസ്ത്രത്തിൽ ഉയർന്ന ഒരു സ്ഥാനമാണ് ഗുരുനാഥനുള്ളത് കേട്ടോ. അപ്പം തന്ത്രശാസ്ത്രം പഠിക്കാൻ ഗുരു വേണം. ഇനി നമുക്ക് മോഡേൺ സ്പിരിച്വാലിറ്റിയിൽ തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഗുരുനാഥന്മാരായിട്ട് വിളയാടുന്ന ചില വിഷയങ്ങളെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് കണ്ണോടിച്ചിട്ട് അങ്ങ് പോവാം. പവിത്രാത്മാക്കളായിട്ടുള്ള ഋഷിമാരാണ് ഏറ്റവും വലിയ ഗുരു, അതിൽ സംശയമില്ല, ഇല്ലല്ലോ. ഹൃദയത്തിൽ പരമശിവ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന, താനും ഈശ്വരനും ഒന്നാന്നുള്ള അറിവും ബോധവുമുള്ള ആ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അവർ തീർത്ഥങ്ങളിൽ മുങ്ങിയാൽ പോലും ആ തീർത്ഥത്തിനൊരു പുണ്യതയുണ്ടാവും. അതുകൊണ്ടാണ് ഗംഗ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം മഹാ തപസ്വികളായിട്ടുള്ള ഋഷീശ്വരന്മാർ സാധനങ്ങൾ ചെയ്തതും സന്ധ്യാവന്ദനങ്ങളും ചെയ്തതിൻ്റെ ചൈതന്യം ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഉത്തമ ഗുരുവിൻ്റെ സാന്നിധ്യം തന്നെ കർമ്മങ്ങളെ മാറ്റി എഴുതാൻ കഴിവുള്ളതും ആണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഹീലിംഗ് ഗുരുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹീലിംഗ് ഗുരുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്പിരിച്വൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഈ പ്രീസ്റ്റുകളുടെ ഒന്നും പുറകിന് പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് കോൺവെർസേഷനാണ്, ആ കോൺവെർസേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവാണ് എന്നൊക്കെ പറയും. ശരിയാ, പ്രീസ്റ്റുകളുടെ ഒന്നും പുറകിന് പോയി അങ്ങനെ മുഴുകി പൈസയും കളഞ്ഞ് ജീവിതവും കളഞ്ഞ് അടിമകളായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഗുരു എന്ന് പറഞ്ഞാൽ അതല്ല. ഗുരു വേണ്ട എന്ന് പറയുന്ന പല ആൾക്കാരുടെയും വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗുരു അല്ലെങ്കിൽ
സ്പിരിച്വൽ സയൻറ്റിസ്റ്റ്, സ്പിരിച്വൽ കോച്ച്, സ്പിരിച്വൽ കൗൺസിലർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, സ്പിരിച്വൽ മെൻറ്റർ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഗുരു വേണ്ട എന്ന് പറയുന്നവരുടെ ടൈറ്റിലാണ്. അതുപോലെ ഉണ്ട് പുസ്തകങ്ങളൊന്നും നിങ്ങൾ വായിക്കരുത്, നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിവ് സമ്പാദിക്കണമെന്ന് പറയുന്ന കുറേ ഗുരുക്കന്മാരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുരുക്കന്മാർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഹീലിംഗ്. ഇന്നത്തെ കാലത്ത് ഹീലിംഗ് ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ ഈയിടെയായിട്ട് സ്പെഷ്യലി എനിക്ക് പരിചയമുള്ള മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് ആ ഏരിയകളിലാണ് കൂടുതലും ആൾക്കാർ ഇതിലേക്ക് ഇമേഴ്സ്ഡ് ആവുന്നത്, ഉള്ളിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഇടയിൽ ഞാനിങ്ങനെ ചർച്ച ചെയ്യുമ്പം എനിക്ക് കൂടുതലും മനസ്സിലായിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അയവാസ്ക സെറമണി അല്ലെങ്കിൽ ക്യാമ്പോ സെറമണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെറമണീസ് നടത്തും. അതായത് ഈ അയവാസ്ക സെറമണീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള ചില ഷാമനിക്കായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അയവാസ്ക സെറമണീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഷ്റൂമുകളെയും അതായത് സൈക്കഡെലിക്സും അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ബ്രൂകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിക്കുന്നത് പണ്ട് കാലത്ത് ഷാമനിക്കായിട്ട് അവരുടെ പാരമ്പര്യമായിട്ട് നിലനിന്നിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പോ സെറമണി എന്നൊക്കെ പറയുന്നത് ഈ ഷോൾഡർ സ്കിന്നൊക്കെ കരിച്ചിട്ട് ഈ ജെയിൻ മങ്കി ഫ്രോഗിൻ്റെ ഒരു തരം വാക്സ് ഉണ്ട്, ഒരു വിഷമുണ്ട്, അതെടുത്ത് കുത്തി വെച്ചിട്ട് ഹീലിംഗ് ആയിട്ട് ചെയ്യും. ഇവിടെ എത്തിയിട്ടില്ലാത്ത ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ള പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഹീലിംഗ് പ്രോസസ്സായിട്ട് ആഫ്രിക്കയിലുള്ളതാണ്. അതിപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ ഇവിടുത്തെ ഇതിലും അതുപോലെ നമ്മുടെ ഹീലിംഗ് മാർക്കറ്റിലും കാണാൻ പറ്റുന്ന ഇബോഗിയൻ സെറമണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ മരത്തിൻ്റെ വേരുകളൊക്കെ വെച്ചിട്ട് ഉള്ള പരിപാടികളാണ്. ഇത് പാരമ്പര്യമായിട്ട് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആഫ്രിക്കൻസിൻ്റെ ഇടയിലും ഒക്കെ നിന്നിട്ടുള്ള ഷാമനിക്കായിട്ടുള്ള ആരാധനയുടെ രീതികളൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് ഇച്ചിരി സ്പിരിച്വൽ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ 10-21 ദിവസത്തെ റിട്രീറ്റോ എന്തെങ്കിലും പോയി അവിടെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൂടെ പോയി നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇവരെല്ലാം ആചാര്യന്മാരായിട്ടങ്ങ് ഭവിക്കുക ചെയ്യുന്നത്. ഇവരെല്ലാം ഹീലേഴ്സായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ ജീവിതത്തെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ഇവരുടെ കുറേ വർഷത്തെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം രക്ഷിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ഇവരാണ് സ്വയം വ്യാസനായും അതുപോലെ തന്നെ വലിയ ഷാമനിസം ഫോളോ ചെയ്യുന്ന ഗുരുവായിട്ടും അല്ലെങ്കിൽ ശ്രീബുദ്ധനായിട്ടും രമണ ഭഗവാനായിട്ടും ശ്രീരാമകൃഷ്ണദേവനുമായിട്ടൊക്കെ സ്വയം അങ്ങ് അവരോധിക്കുകയാണ്, സ്വയം അതായ അങ്ങ് മാറുകയാണ്. സ്വയം രക്ഷിക്കാനുള്ള ശേഷി, നിന്നും ഇവരെ കരകയറ്റാം, അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി ബേസിക് ഈ പാപത്തെ ബേസ്, അപ്പം പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. പാപത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊക്കോളുക നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ആദ്യം സ്വയം രക്ഷിക്കാനുള്ള വക കണ്ടെത്തൂ. കാരണം ഇല്ലെങ്കിലും കുറേ വർഷം കഴിഞ്ഞ് നോക്കും പലർക്കും മാനസിക രോഗങ്ങളും അവരുടെ ആരോഗ്യവും ക്ഷയിച്ച് പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഒരു കോൺട്രിബ്യൂട്ടറിന് ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്, ഈ പറയുന്ന ഗുരുക്കന്മാർ പലരും കടന്നു പോകുന്നത്. സോ അത് ഒരു ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സൈക്കഡെലിക്സിൻ്റെ യൂസേജിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസേജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി വിട്ടുതരുന്നു. ഞാൻ അതിനെ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നു ഒന്നുമില്ല. സാധനയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധന ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകുമ്പം നാച്ചുറലായിട്ട് DMT എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും ബ്രെയിനിനുള്ളിൽ എന്ന് റിസർച്ചേഴ്സ് പറയുന്നു. ഇപ്പോഴത്തെ റിസർച്ചേഴ്സ് പറയുന്നു നാച്ചുറലായിട്ട് നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് അൺനാച്ചുറലായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസും ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് കാണാനും അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ ഏത് സാധന ചെയ്ത് പ്രോപ്പറായിട്ട് പോയാലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരും. അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ മുന്നോട്ട് പോയാൽ നമുക്ക് കൃത്യമായിട്ടത് ഏതാ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അതേ സമയത്ത് ഈ അൺനാച്ചുറലായിട്ടുള്ള സൈക്കഡെലിക്സിൻ്റെ യൂസേജ് കൊണ്ടിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു ലെവല് ഒരു പരിധിക്ക് മേളിൽ പോയാൽ DMT അൺനാച്ചുറലായിട്ട് ഉപയോഗിക്കും. ഇത് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഗൈഡൻസിലല്ല ചെയ്യുന്നെങ്കിൽ വളരെ ട്രഡീഷണലായിട്ട് ആ ചെയ്യുന്ന വിഷയങ്ങൾ
ഞാൻ സിന്തറ്റിക്കലായിട്ടുള്ള സൈക്കഡെലിക്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ അയവാസ്ക പോലുള്ള സെറമണീസിൽ പോകുമ്പോൾ കിട്ടുന്ന സൈക്കഡെലിക്സ് അതിൻ്റെ നൂറ്റാണ്ടുകളായിട്ട് പല പാരമ്പര്യത്തിലൂടെ അതിൻ്റെ പാരമ്പര്യത്തിൽ പോകുന്ന ഗുരുക്കന്മാരിൽ നിന്നുമല്ലാതെ എടുത്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കെട്ടിറങ്ങിപ്പോയി കഴിയുമ്പോൾ, ഇതിൻ്റെ രീതി പോയി കഴിയുമ്പോൾ ഒരു കിളി പോയ അവസ്ഥയായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ബോഡി നന്നാക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോകാമെന്ന് വെച്ചോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും സർട്ടിഫൈഡും കൂടി ആയിട്ടുള്ള ഒരു ട്രെയിനർ നടത്തുന്ന ജിമ്മിൽ പോകുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം ഏതൊക്കെ ഫുഡ് കഴിക്കണം ഇയാൾക്ക്, അയാളുടെ ശരീരം കണ്ടാൽ അറിയാം ഇയാൾക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ ഇയാൾ റെഡിയാവും എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചെന്ന ദിവസം തന്നെ നമുക്ക് 50 കിലോ ഒന്നും എടുത്ത് പൊക്കാൻ പറ്റില്ല. അവരത് കൃത്യമായിട്ട് ആശാൻ പറയുന്നത് പോലെ കേട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് ആ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നോർമലായിരിക്കും, നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഹാംഫുൾ ആവില്ല, അത് ബുദ്ധിമുട്ടേ ഉണ്ടാക്കില്ല. അതേ സമയത്ത് ഒരു 10-21 ദിവസത്തെ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 3 മാസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ടോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ വന്നൊരു ജിം തുടങ്ങിയിട്ട് അയാളുടെ ഇഷ്ടത്തിനും അയാളുടെ കപോലകൽപ്പിതങ്ങളായിട്ടുള്ള അയാളുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ആയത്, ചിലപ്പോൾ പൈസയുടെ ആവശ്യം കൊണ്ടായിരിക്കും. എന്നാലും എങ്ങനെയായാലും അയാളുടെ കപോലകൽപ്പിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, നിങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു, നിങ്ങൾ ഇന്ന പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചെയ്താൽ അതിൻ്റെ നഷ്ടം, ആ ഒരു കിളിപോയ അവസ്ഥ അവനവൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാമോ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ കാണുന്ന ഗുരു എന്ന ഗുകാരത്തിന് പകരം ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടാകുന്ന ജീവിതത്തിലേക്ക് മായയാൽ, കർമ്മഫലത്താൽ, അറിവില്ലായ്മയാൽ അന്ധകാരത്തിലേക്ക് വെളിച്ചം വീശുന്നതാരോ അതാണ് ഗുരു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇത് കുകാരമാണ്, ഗുരുവിന് പകരം കൂവാണ്, കുകാരം. കുറേ കുരുക്കന്മാർ കാരണം ഒരുപാട് പേരുടെ ജീവിതം വാസ്തവത്തിൽ സൈക്യാട്രിക് മരുന്നുകൾ എടുക്കേണ്ട ലെവലിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസയും കൊണ്ടുവന്ന് കളഞ്ഞ്, ഒരുപാട് കാര്യങ്ങൾ പറ്റി മാനവും പോയി, ആരോഗ്യവും പോയി, കുറേ അന്ധതകളും പഠിച്ചു വെച്ച് യൂണിവേഴ്സ് അത് ഇത് വന്നിട്ട് പ്രപഞ്ചമാണെല്ലാം, പ്രപഞ്ചാതീതമായ ഒരു ശക്തിയുമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം യൂണിവേഴ്സ് എന്തോ പറയാൻ വെമ്പുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പക്ക സൈക്കാട്രിക് പേഷ്യൻറ്റിനെ പോലെയാണ്. വാസ്തവത്തിൽ എല്ലാം, ഈച്ച് ആൻഡ് എവരിത്തിങ്, എല്ലാം യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഈശ്വരാംശമല്ലാത്ത ഒന്നുമില്ല ഇവിടെ. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈശ്വരനല്ലാത്തതൊന്നുമില്ല, യൂണിവേഴ്സ് അല്ലാത്തതൊന്നുമില്ല, യൂണിവേഴ്സൽ പവർ ഇല്ലാത്ത ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് യൂണിവേഴ്സ് ഉള്ളത്, ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് പറയുന്നതെന്നല്ല. ഒബ്സർവേഷൻ സ്കില്ല് കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഇൻഫറൻസ് കറക്റ്റ് ആയിരിക്കും, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഈശ്വരനെ കാണുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ രീതിയിൽ നാച്ചുറലായിട്ടുള്ള, ഇപ്പോൾ റിസർച്ചേഴ്സ് പറയുന്ന ഈ DMT എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്. ചിലപ്പോൾ അവർ മാറ്റി പറഞ്ഞേക്കാം, നാളെ ചിലപ്പം പുതിയ സാധനങ്ങൾ ബ്രെയിനിനുള്ളിൽ നിന്ന് കണ്ടുപിടിച്ചേക്കാം. എന്ത് തന്നെ ആയാലും നാച്ചുറലായിട്ടുള്ളൊരു പാത്തിലൂടെ സത്യസന്ധമായ രീതിയിൽ ഈശ്വരനെ ആശ്രയിച്ച് പോവുകയാണെങ്കിൽ വളഞ്ഞ വഴികളൊന്നും പിടിക്കാതെ റിയാലിറ്റിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, സത്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഷോർട്ട് കട്ടുകളില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗുരു ആവശ്യമാണ്, ഒരു ട്രെയിനർ ആവശ്യമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ആ വിഷയത്തിലൂടെ സഞ്ചരിച്ചവരാണ്. ഭാരതീയമായിട്ടുള്ള ഏത് വിദ്യ പഠിക്കണമെങ്കിലും, അത് വേദമായിക്കോട്ടെ, വൈദികമായിക്കോട്ടെ, താന്ത്രികമായിക്കോട്ടെ, തന്ത്രശാസ്ത്രത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ദക്ഷിണാചാരമായിക്കോട്ടെ, വാമാചാരമായിക്കോട്ടെ, ഇതിൻ്റെ കോമ്പിനേഷനുകളിൽ വരുന്ന സമയാചാരമായിക്കോട്ടെ, മിശ്രാചാരമായിക്കോട്ടെ, കവളാചാരമായിക്കോട്ടെ, അല്ലെങ്കിൽ ദക്ഷിണാചാരത്തിൽ വരുന്ന വീരസാധനങ്ങളായിക്കോട്ടെ, ശൈവ സമ്പ്രദായത്തിൽ വരുന്ന ഭൈരവ വീരസാധനയിൽപ്പെടുന്ന മറ്റു പല ആരാധനകളായിക്കോട്ടെ, എന്തിനും ഒരു സാമ്പ്രദായിക ഗുരു, നമുക്ക് മുന്നേ പോയവരുടെ അനുഗ്രഹവും ഇതും ഉണ്ടായിരിക്കണം. അപ്പോൾ ഗുരുവിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം, ഒരു നല്ല ഗുരു എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തിട്ട്, തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ബൈബിളുകളായിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നമ്മളിത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്നും കഴിയാവുന്നത് എടുത്ത് രക്ഷപ്പെടാനാണ് നമ്മൾ ഈ വഴികൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അറിവില്ലായ്മയ്ക്കും ഗുരു എന്ന് പറയുന്നൊരു സങ്കല്പം
അനിവാര്യമായ ഘടകമാണ്. അത് ഈ ആധ്യാത്മിക വിഷയം മാത്രമല്ല കേട്ടോ, സ്പോർട്സിലായിക്കോട്ടെ, ഏത് മേഖലയിലും നല്ല മനസ്സുള്ള, നല്ല ആ മേഖലയിൽ നന്നായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളുടെ കോച്ചിങ്, ഒബ്സർവേഷൻ, മെൻറ്ററിങ് വേണം. എന്നാലേ വളരൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നല്ല ട്രെയിനറുടെ അടുത്ത് പോയി പഠിക്കുന്ന ഒരു അത്ലറ്റ് ഒരു സാധാരണ ട്രെയിനറുടെ അടുത്ത് പഠിക്കുന്നതും തമ്മിലുള്ള ഔട്ട്പുട്ട്, പ്രൊഡക്ടിവിറ്റി ഒരുപാട് വ്യത്യാസമായിരിക്കും. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുരു എന്ന് പറയുന്നത് ഒരു സത്യമാണ്, ഒരു അനുഭവമാണ്. അത് ഈ പാത്തിൽ, സ്പിരിച്വൽ പാത്തിൽ വേണ്ടതും ആണ്. അപ്പം ആർക്കൊക്കെ ഗുരു ആവാം, ആരെ ഗുരുവായിട്ട് സ്വീകരിക്കണം, ഏതൊക്കെ ടൈപ്പ് ഗുരുക്കന്മാരുണ്ട്, അവരെയൊക്കെ എവിടെ നിന്ന് കിട്ടും, ഏറ്റവും ഉത്തമനായ ഗുരു സന്യാസിയാണോ അതോ ഗുരു ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന ആളാണോ എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.